പൂരപ്രേമികൾക്ക് എന്നും ആവേശമാണ് ഇരിങ്ങോൾ പൂരം. ഇരിങ്ങോൾ പൂരത്തോടനുബന്ധിച്ച് നല്ല ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പെരുമ്പാവൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കൽ ഇരിങ്ങോൾ പൂരത്തിൽ ഇവിടെ അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പൂരം കണ്ടോ? പൂരം അടിപൊളി, ഒറ്റവാക്കി പറഞ്ഞ അടിപൊളി. ജനമഹാസമുദ്രം. ഞാൻ ഒത്തിരി അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു. ഇത്രയും ഒരു ജനം കണ്ട ഒരു അമ്പലം വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രയേറെ പേരെ കാണാൻ വേണ്ടി ഒരു മണിക്കൂറായി ഞാനിതിൽ തോന്നുന്നു. ഇനിയും കണ്ടാലും തീരാത്തത്ര ആളുകളോട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ ആളുകളും കാണും. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടുന്ന് പിരിയുന്നുള്ളൂ. വോട്ടഭ്യർത്ഥിച്ചപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ടായി? വോട്ടഭ്യർത്ഥന വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 100% ഇവിടെ നിന്നുള്ള വോട്ട് എനിക്ക് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ അത്രയേറെ പോസിറ്റീവ് എനർജിയാണ്. കാരണം എന്താ പറയുക, ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് തന്നെ അറിയാലോ. ഈ ഇത്രയും 20-25 ഏക്കർ ഭൂമിയിൽ മരങ്ങളിൽ നിബിഡ വനത്തിന് നടുക്ക് വരുന്ന ഈ അമ്പലം, ഇവിടെ വരുന്ന ഓരോ ഓക്സിജൻ കിട്ടുക തന്നെ അത്രയും ഒരു ഒട്ടും മലിനമല്ലാത്തൊരു ഓക്സിജൻ ഇവിടെ ശ്വസിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ പുണ്യം തന്നെയാണ്. പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. പോസിറ്റീവ് എനർജി ഈ അമ്പലത്തിൽ വന്നാൽ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ കൂടുതൽ. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ കിട്ടുന്ന ഒരു പ്രതികരണം അത് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും ഒരു 100% അല്ല 101% വിജയപ്രതീക്ഷ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസം ചെല്ലുന്നവരെ എനിക്ക് കൂടി വരാം. ഇരിങ്ങോൾ പൂരത്തിന്റെ ആവേശത്തിൽ സ്ഥാനാർത്ഥി കൂടി എത്തിപ്പെട്ടപ്പോൾ ആവേശം ഇരട്ടിയായി. ഭക്തജനങ്ങളുടെ നല്ല തിരക്കിലും എല്ലാവരെയും നേരിട്ട് കാണുവാനും വോട്ട് അഭ്യർത്ഥിക്കുവാനും കഴിഞ്ഞു. ശാന്തസുന്ദരമായ ഇരിങ്ങോൾക്കാവിൽ എത്തിയപ്പോൾ തന്നെ ഒരു അനുകൂല സാഹചര്യമാണ് അനുഭവപ്പെടുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. പെരുമ്പാവൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലാണ് ഇവിടെ ഇരിങ്ങോൾ പൂരത്തിൽ പങ്കുചേരുവാൻ വേണ്ടിയിട്ടും വോട്ട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ എത്തിച്ചേർന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തതെന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.